സുരാജ് വെഞ്ഞാറമൂട് ചേരുന്നു. ശ്രീ സുരാജ് വെഞ്ഞാറമൂട്, ഏതു തരത്തിലാണ് ഒരു ചോദ്യം അതിന് പ്രസക്തിയില്ല, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. മലയാള സിനിമ നഷ്ടങ്ങളുടെ ഒരു വർഷമായിരിക്കുന്നു 2016. കലാഭവൻ മണിയും നമ്മ വിട്ടുപോയിരിക്കുന്നു. തീർച്ചയായിട്ടും എനിക്കത് ഇതുവരെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം ഞാനിവിടെ പാലക്കാട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വന്ന് ഈ ന്യൂസില് സ്ക്രോളിംഗ് ഇങ്ങനെ വന്നു, സീരിയസ് ആണെന്ന്. കുളിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേനും ഇങ്ങനെ തിരിച്ചൊരു എനിക്ക് ഇതുവരെ അതിൽ നിന്ന് ഞാൻ റിലീസ് ആയിട്ടില്ല. എനിക്ക് അദ്ദേഹമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്. പുറത്ത് സ്റ്റേജ് ഷോ ആയാലും നാട്ടിലായാലും പിന്നെ സുഹൃത്തുക്കളോ ഒരു 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 അതായത് ഒരു ആക്ടിങ് ഇല്ലാത്ത മനുഷ്യനാണ്. മീൻസ് സിനിമയിൽ മാത്രം അദ്ദേഹം ആക്ട് ചെയ്യുന്നു, മറ്റുള്ളവർ ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു മനുഷ്യസ്നേഹിയും കൂടിയാണ് കലാഭവൻ മണിച്ചേട്ടൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാലും പുറത്തു വെച്ച് കണ്ടാലും സുഹൃത്തുക്കളോടായാലും എല്ലാരോടും നാട്ടുകാരോടും അദ്ദേഹം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഉത്സവം പോലെയാണ്. എല്ലാവരും ഒത്തുകൂടുക, അതിലൊന്നും ഒരു കാപട്യവും ഇല്ലാത്ത നല്ലൊരു മനുഷ്യ സ്നേഹിക്ക് എങ്ങനെ ഇത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ആ ഒരു നല്ലൊരു നടൻ, അദ്ദേഹം ചെയ്ത വേഷങ്ങൾ മലയാളത്തിൽ ഒരു താരങ്ങൾക്കും ചെയ്യാൻ പറ്റാത്ത അത്രയും ഗംഭീര വേഷങ്ങളാണ് അദ്ദേഹം ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ മലയാളികൾക്ക് അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. അത് അദ്ദേഹത്തിന്റെ നഷ്ടം. ഇപ്പൊ എനിക്ക് തോന്നുന്നു 2016 സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഒരുപാട് കലാകാരന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞു. ഇദ്ദേഹത്തിന്റെ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും താങ്ങാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. ഈ സന്ദർഭത്തിൽ തന്നെ ശ്രീ സുരാജ് മിമിക്രിയിൽ നിന്ന് ഒരു ഹാസ്യ തലങ്ങളിലേക്ക് വരുന്നു, സഹനടനാകുന്നു, നായകനാകുന്നു, മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് പോകുന്നു. തമിഴിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ എപ്പോഴും നാം ഒരുപക്ഷെ മണിയെ ആരാധിക്കുന്നവർ എന്നുള്ള തലത്തിലേക്ക് സിനിമാ പ്രേമികളെ കൊണ്ടുപോയിട്ടുണ്ട്. ആ ഒരു യാത്രയൊക്കെ, സിനിമയിലെ യാത്രയൊക്കെ ഏതു തരത്തിലാണ് മലയാളം ഓർക്കേണ്ടത് ഈ സന്ദർഭത്തിൽ? എന്നും ഒരു പ്രോത്സാഹനം, ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും ചെന്ന് നെഞ്ചുവിരിച്ച് നിൽക്കാൻ പറ്റുന്നത്, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരാള് കൂടിയായിരുന്നു കലാഭവൻ മണിച്ചേട്ടൻ. പാട്ടിലായാലും നാടൻ പാട്ട് ജനകീയമാക്കിയത്. മുമ്പ് നാടൻ പാട്ടൊന്നും ഞാൻ എന്റെ ലൈഫിൽ നാടൻ പാട്ടൊന്നും കേട്ടിട്ടില്ല. എനിക്ക് ആ കൂടി കേൾക്കുന്നത് കലാഭവൻ മണിച്ചേട്ടന്റെ മണിക്കൽ അതുപോലുള്ള നാടൻ പാട്ടുകളിലൂടെയാണ്. നാടൻ പാട്ടിനെ വരെ ഞാൻ സ്നേഹിക്കാൻ കാരണം, എനിക്ക് ഒരാളെ ഇഷ്ടപ്പെടാൻ ഇന്നൊരു കാരണം, ഒരാൾ ഒരു പുതിയ അറിവ് തരുന്നത് തന്നെ ഇദ്ദേഹമാണ്. അത് നമ്മുടെ മലയാളം മിമിക്രി വേദിയിലെ എല്ലാ കലാകാരന്മാർക്കും ഒരു തീരാനഷ്ടമാണ്. മാത്രമല്ല മിമിക്രി കലാകാരന്മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂണ്ടിക്കാണിക്കാൻ ഈ നാടൻ പാട്ടായാലും മിമിക്രി ആയാലും സ്റ്റേജിലായാലും പിന്നെ ഡാൻസിലായാലും ആക്ടിങ്ങിലായാലും ഇങ്ങനെ ഒരു നടന് മലയാളത്തിന് കിട്ടി ഒരു അതിനെ നിർവചിക്കാൻ പദങ്ങളില്ല. അത്രത്തോളം ഗംഭീര ആർട്ടിസ്റ്റ് ആയിരുന്നു കലാഭവൻ മണിച്ചേട്ടൻ. ഇതര ഭാഷകളിൽ, ഏതെല്ലാം ഭാഷകളിൽ, ചെറുന്ന സ്ഥലത്തത്രയും. ഞാനും ഒരു മിമിക്രി കലാകാരനാണെന്ന് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് പറയുമ്പോൾ ഒരു അഭിമാനം തന്നെയാണ് മണിച്ചേട്ടൻ എവിടെ ചെന്നാലും. യെസ്, മുകേഷ് കൂടി ചേരുന്നു. ശ്രീ മുകേഷ്, വ്യത്യസ്തമായ വ്യക്തിത്വം, അത്തരത്തിലാണ് സുരാജ് വെഞ്ഞാറമൂട് കലാഭവൻ മണിയെ അനുസ്മരിക്കുന്നത് ഈ ഘട്ടത്തിൽ. സിനിമയുടെ തലങ്ങൾ പറയുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ മിമിക്രിയുടെ തലങ്ങൾ പറയുന്നു, നാടൻ പാട്ടുകളുടെ തലങ്ങൾ പറയുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി, കാരിച്ചാൽ ചുണ്ടന്റെ അമരക്കാരനായിരുന്നു കലാഭവൻ മണി. മറ്റൊരു വ്യത്യസ്ത തലങ്ങളൊക്കെ ഒരു തീരാ നഷ്ടമായി മലയാള സിനിമയിൽ എന്ന് പറയുന്നില്ല, അതിനപ്പുറത്തേക്ക് മലയാളത്തിന് കലാഭവൻ മണി. ഈ സമയം എങ്ങനെ അനുസ്മരിക്കും അദ്ദേഹത്തെ? അദ്ദേഹം ഓരോ മലയാളിക്കും ഒരു ഷോക്കാണ്. കാര്യം നമ്മള് ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും, അതൊക്കെ സത്യമാണ്. എങ്കിലും ഇങ്ങനെയുള്ള കലാഭവൻ മണിയെ ഞാൻ തുടക്കം മുതൽ ഞാൻ പറയുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, നീ വെറും ഒരു ആക്ടർ അല്ല, നീ ആണ് മലയാളത്തിന്റെ സ്ട്രോങ് ആക്ടർ എന്ന് പറയും. കാര്യം ഇത്ര കരുത്തനായ ഒരു നടൻ നമുക്ക് വേറെ ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു തമിഴ് പടത്തിന് ഇയാള് തെങ്ങിൽ നിന്നും വലിയ പൊക്കത്തിൽ നിന്നും താഴെ വീണിട്ട് പുല്ലുപോലെ എഴുന്നേറ്റ് നടന്നു പോയപ്പോൾ മമ്മൂക്ക ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു, കലാഭവൻ മണി ആയതുകൊണ്ട് വേറെ ആരെങ്കിലും ആയിരുന്നു എന്തൊക്കെ സംഭവിച്ചേനെ. കാര്യം അത്രമാത്രം കരുത്തിന്റെ ഒരു പര്യായമായിരുന്നു. ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്,
നമ്മൾക്ക് എത്രയോ പൈതൃകമായി കിട്ടിയ ഒരു സ്വത്താണ് നാടൻ പാട്ടെന്ന് പറഞ്ഞ്. എത്രയോ വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്നു, എത്രയോ വലിയ നാടൻ പാട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ജനകീയമാക്കാൻ ചാലക്കുടിക്കാരൻ കലാഭവൻ മണി വേണ്ടി വന്നു. കലാഭവൻ മണി നാടൻ പാട്ട് പാടി തുടങ്ങിയപ്പോഴാണ് ജനം ഇങ്ങനെ ഒരു ശാഖയുണ്ടെന്ന് പലരും മനസ്സിലാക്കിയത്. അത്രമാത്രം സ്ട്രോങ് ആയിട്ട് അതിന് സംഭാവന നൽകുന്ന ആളാണ്. പിന്നെ മിമിക്രി ആയാലും തമിഴ് സിനിമ കലാഭവൻ എന്ന് പറയാൻ അറിഞ്ഞുകൂടാതെ എത്രയോ വലിയ വലിയ നടന്മാർ കലാപം മണി എന്ന് പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഒരുപാട് റോളുകൾ എടുക്കാനുള്ള ഒരാളാണ്, നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള ഒരാളാണ്. വളരെ പെട്ടെന്ന് നമ്മളെ കൈവിട്ടു പോയെന്നുള്ള ഒരു വലിയ വിഷമം തന്നെയാണ് എനിക്കുള്ളത്. യെസ്, കോടിയേരി ബാലകൃഷ്ണൻ, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, നടൻ എന്നതിനപ്പുറത്തേക്കുള്ള വ്യക്തിത്വങ്ങളിലേക്കാണ് മുകേഷ് അടക്കമുള്ളവർ കലാഭവൻ മണിയെ ഇപ്പോൾ അനുസ്മരിക്കുന്നത്. രാഷ്ട്രീയവും അദ്ദേഹത്തിന് അന്യമായിരുന്നില്ല. കലാഭവൻ മണി നമ്മളെ വിട പറയുമ്പോൾ ആ വലിയൊരു മനുഷ്യനെ, കലാസ്നേഹിയെ, കലാകാരനെ ഏതു തരത്തിലാണ് ഇപ്പോൾ അനുസ്മരിക്കേണ്ടത് ഓരോരുത്തരും? താങ്കൾ എങ്ങനെ കാണുന്നു? കലാഭവൻ മണിയുടെ വാർത്ത നമ്മയെല്ലാം വളരെയധികം ദുഃഖിപ്പിച്ചിരിക്കുകയാണ്. അകാല ചരമമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഒരു സിനിമാ രംഗത്ത് പ്രവർത്തിച്ച നടൻ എന്നത് മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ ഒരു ശബ്ദം കൂടിയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ അദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹം നടത്തിവരുന്നത്. തൊഴിലാളിയായി പ്രവർത്തനം ആരംഭിച്ച് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ അവേദ്യമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം കലാഭവൻ മണിക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഞാൻ മത്സരിച്ച നിയോജക മണ്ഡലം ഉൾപ്പെടെ ഒട്ടേറെ മണ്ഡലങ്ങളിൽ വന്ന് ഇടതുപക്ഷത്തിന്റെ വിജയത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. എന്നും ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിലയുറപ്പിച്ച ആ എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള നടന്റെ വേർപാടിൽ ഞാൻ അഗാധമായ അനുശോചനം CPI-ന് വേണ്ടി അറിയിക്കുന്നു. യെസ്, കോടിയേരി ബാലകൃഷ്ണൻ. ഫക്രുദ്ദീൻ, കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ മനസ്സ്, ഒരുപക്ഷെ ആ മനസ്സ് തന്നെയാണ് മണിയെ സിനിമയിലെ സിനിമാക്കാരനെ വ്യത്യസ്തനാക്കിയതും. കോടിയേരി ബാലകൃഷ്ണൻ അത്തരത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ ആ മണിയെ, സിനിമയ്ക്ക് അപ്പുറമുള്ള മണിയെ ഏതു തരത്തിൽ കാണാൻ സാധിക്കും? കോടിയേരിയുടെ വാക്കുകളെ കൂട്ടിച്ചേർത്താൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മഹാനടൻ സത്യന് ശേഷം ഒരുപക്ഷെ മലയാള സിനിമയിൽ വളരെ കാലത്തിന് ശേഷം ഒരു ദ്രവീഡിയൻ ഫേസ് നായക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടുകയായിരുന്നു ഈ കലാഭവൻ മണിയിലൂടെ. കലാഭവൻ മണി ചെയ്ത ഓരോ കഥാപാത്രവും നിങ്ങൾ നോക്കുക. അതിന് മുമ്പേ മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, സുരേഷ് ഗോപി, മുകേഷ് ഇവർ ചെയ്യുന്ന സവർണ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. മണിയോട് കൂടിയിട്ടാണ് സത്യത്തിൽ മലയാള സിനിമയിൽ വളരെ കാലത്തിന് ശേഷം ഓറഞ്ച് ചേർക്കപ്പെട്ട ഈഴവ തുടങ്ങിയ ജനവിഭാഗങ്ങളെല്ലാം തന്നെ വിവിധ രീതിയിൽ റെപ്രസെൻറ്റ്, ആ പേരുകളിലൂടെ നമുക്ക് മനസ്സിലാവും. അത് തുടങ്ങി എനിക്ക് സല്ലാപത്തിലൂടെ മനോജ് കെ ജയൻ്റെ ക്യാരക്ടറാണ് ഒരു വളരെ കാലത്തിന് ശേഷം ഓറഞ്ച് ചേർത്ത ഒരു നായകനെ നമുക്ക് കിട്ടിയത്. അതിനുശേഷം കലാഭവൻ മണിയുടെ വിനയൻ്റെ ഒരുപാട് സിനിമകൾ, അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളെല്ലാം അതേ രീതിയിലായി മലയാള സിനിമയിലേക്ക് നമ്മൾ ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ദ്രവീഡിയൻ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ദ്രവീഡിയൻ സൗന്ദര്യ സങ്കല്പത്തിൻ്റെ ഒരു അസേഷനായിരുന്നു കലാഭവൻ മണി. അതിനുശേഷം ഒരുപാട് ഫേസ്, ഇപ്പം ചെമ്പ വിനോദൊക്കെ കയറി വരുന്നുണ്ട്. ആ രീതി എല്ലാ കാലത്തും മണി കൃത്യമായിട്ട് ഓർമ്മിക്കപ്പെടും. രണ്ടാമത്തെ കാര്യം, മണിക്ക് ദേശീയ അവാർഡ് കിട്ടേണ്ടതായിരുന്നു. മണിക്ക് ദേശീയ അവാർഡ് കിട്ടാതെ പോയ ചില ക്ലിക്കുകളുടെയൊക്കെ പ്രധാനം വിനയം പറഞ്ഞിട്ടുണ്ട്. കാരണം മണി ആ സിനിമയിൽ കാഴ്ചവെച്ചു വാസന്തി ലക്ഷ്മി ഞാനെന്ന സിനിമയിൽ മണിയുടെ പെർഫോമൻസ് അന്ന് ആ വർഷം ആ രീതിയിൽ പെർഫോമൻസ് ആരും കാഴ്ചവെച്ചിരുന്നില്ല. ആ രീതിയിൽ അതുല്യമായ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ മോഹൻലാൽ എന്നുള്ള അതുല്യമായ നടനപ്പുറത്തുണ്ടായിരുന്ന അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായി. അന്നും അത് വിവാദമായതാണ്, ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അതുകൊണ്ട് ദേശീയ അവാർഡ് കിട്ടിയതുപോലെ തന്നെയാണ് മണി. പിന്നെ മണിയുടെ പ്രശ്നം, മണി കൊണ്ടുവന്ന് ഞാൻ ദ്രവീഡിയൻ ഒരു പുരുഷ സങ്കല്പം എന്ന് പറയുമ്പോൾ അതിന് കൂടെ തന്നെ മണി കൊണ്ടുവന്ന കൾച്ചറുണ്ട്, നാടൻ പാട്ടുകൾ. അതേസമയം മണിയുടെ ആ ചാലക്കുടി സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് മണി നിരന്തരം ഉയർത്തിക്കൊണ്ടുവരുന്ന സംവാദങ്ങൾ, അതുപോലെ മണിയുടെ സിനിമ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മണി നായകനായ സിനിമകൾ വരുന്നത്. അന്ന് കോഴിക്കോടിലൊക്കെ തിയേറ്ററിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വ്യത്യസ്തമായ അനുഭവമായിരുന്നു. പൊതുവേ ഒരു തരത്തിലുള്ള വളരെ ബാൽക്കണിയിലെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് മൗനം പിടിച്ചിരുന്ന് മസിൽ പിടിച്ചിരുന്ന് സിനിമ കാണുന്ന ഒരു സങ്കല്പം വ്യത്യസ്തമായി. ഇപ്പം അന്ന് സംഘം തിയേറ്റർ പോലെയുള്ള തിയേറ്ററിലെല്ലാം തന്നെ ബാൽക്കണിയിൽ തന്നെ നമ്മൾ
സാധാരണക്കാരൻ്റെ ഒരു ഇടപെടൽ വളരെ കൃത്യമായിരുന്നു. ആസ്വാദന രീതി തന്നെ എന്ന് വെച്ചാൽ കൂടുതൽ സാധാരണക്കാരൻ ബാൽക്കണി കയറി സിനിമ കാണുന്ന ആ രീതി ഒരു മാറ്റം മണി കൊണ്ടുവന്നു. രണ്ടാമത്തെ കാര്യം, അത് ഒരുപക്ഷെ കൊടിയേരി പറയാത്തതുകൊണ്ടായിരിക്കും, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാണ്. രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ ചാലക്കുടി ദേവസിച്ചേട്ടൻ്റെ മുമ്പേ MLA മത്സരിക്കാൻ രാവത്തി ലക്ഷ്മണെതിരെ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചത് മണിയായിരുന്നു. മണിയോട് സംസാരിക്കാൻ വേണ്ടിയാണ് ദേവസിച്ചേട്ടൻ പോയത്, MLA. അന്ന് അവിടുത്തെ ഏരിയ സെക്രട്ടറി മറ്റായിരുന്നു അദ്ദേഹം. മണിയാണ് ഇദ്ദേഹത്തെ നിർബന്ധിച്ച് നിർത്തിയത്. ഇത്തവണ ഞാൻ മനസ്സിലാക്കിയത് വണ്ടൂർ ഇദ്ദേഹത്തെ സീരിയസ് ആയി പരിഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 തവണ മണി വേണ്ടെന്ന് പറഞ്ഞു, ഈ തവണ മണി എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ആ അർത്ഥത്തിൽ ഇപ്പം നമ്മൾ കേരളത്തിലും ഇന്ത്യയിലെല്ലാം കണ്ടത് താഴെ തട്ടുന്ന വളർന്നു വരുന്ന ആളുകൾ ഒരു പരിധി കഴിഞ്ഞാൽ അവരുടെ സംസ്കാരത്തെ അവരുടെ ചരിത്രത്തിൽ തന്നെ തള്ളിപ്പറന്നുകൊണ്ട് ഈ പ്രതിലോമകാരികളായ ഫാസിസ്റ്റ് സംഘടനകളുടെ ഭാഗമായി തീരുന്ന ഒരു പ്രശ്നമുണ്ട് മിഡിൽ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും. പക്ഷേ മണി കേരളത്തിൽ അതിൻ്റെ ട്രെൻഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിവിധ അതൊക്കെ ലോകത്തെ പ്രതിനിധീകരിക്കുന്ന പല സംഘടനകളും RSSന്റെ ഒക്കെ കൂടെ പോകുന്നത്. എന്നാൽ മണി ഇതിന് വ്യത്യസ്തനായിരുന്നു. മണി കൃത്യമായി തൻ്റെ സാംസ്കാരിക വേരുകൾ നിരന്തരം ഓർമ്മപ്പെടുത്തുകയും ആ സാംസ്കാരികമായ വേരുകളെ പുഷ്ടിപ്പെടുത്താനും അവരുടെ സോഷ്യൽ മൊബിലിറ്റി സാധ്യമാക്കുകയും ചെയ്യുക കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് എപ്പോഴും അദ്ദേഹം നന്ദി കാണിച്ചിരുന്നു, എപ്പോഴും അതോടുകൂടി ചേർന്ന് നിന്നിരുന്നു. അതാണ് മണിയുടെ പ്രത്യേകത. PP സത്യൻ, ഫക്രുദ്ദീൻ ആ വിലയിരുത്തൽ നടത്തുമ്പോൾ അക്ഷരം എന്ന സിനിമയിൽ കൂടെ കടന്നു വരുന്നു. പിന്നെ സല്ലാപത്തിൽ ആ ചെത്തുകാരൻ രാജപ്പന്റെ വേഷം, അതോടൊപ്പം തുടർന്ന് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. ഫക്രുദ്ദീൻ പറഞ്ഞത് വെച്ചിട്ട് സാധാരണക്കാരന്റെ വേഷവിധാനങ്ങൾ, മടക്കി കുത്തിയ ലുങ്കി അങ്ങനെ തന്നെ കാണാം, തലക്കെട്ട്, അതോടൊപ്പം അദ്ദേഹത്തിന്റെ സംസാര രീതി, ശബ്ദവിന്യാസം, അതിലേക്ക് ഇഴുകിച്ചേരുന്ന ഹാസ്യം, ആ ഹാസ്യത്തിനപ്പുറത്തേക്ക് തൻ്റെ ജീവിതത്തിന്റെ അംശങ്ങൾ, ഈ സിനിമകളും ആ കഥാപാത്രങ്ങളും ഒക്കെ ജീവിതത്തോട് ഇഴയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ മണിയുടെ ജീവിത സാഹചര്യങ്ങൾ ഈ ഘട്ടത്തിൽ ഇതിനൊക്കെ സ്വാധീനിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കുമോ? തീർച്ചയായും മലയാള ഇത്രമാത്രം അഭിനയത്തെ ജനകീയ സാധാരണീകരണം എന്ന് പറയും നമ്മുടെ ആനന്ദനും നമ്മുടെ നാട്യശാസ്ത്രകാരന്മാരൊക്കെ പറയുന്ന സാധാരണീകരണം എന്ന് പറയുന്ന ആ ഒരു ഭാവം, അത് മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായി പ്രതിബിംബിക്കുന്നത് പിന്നെ മണിയുടെ ഭാവങ്ങളിലൂടെയാണ്. ഒരു ഭാവപ്രവാഹമാണത് ശരിക്കും. അഭിനയത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കും നമ്മൾ പറയാറുള്ള വ്യഭിചാരി ഭാവം, അതുപോലെ തന്നെ സാത്വികം, ആഹാര്യം, ഇതിനെയെല്ലാം തന്നെ അദ്ദേഹം ഒരു സാധാരണീകരണത്തിലേക്ക്. അപ്പോൾ ഇവിടെ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ ഡ്രവീഡിയൻ കൾട്ട്, അതോടൊപ്പം തന്നെ ഒരു സബാൾട്ടൺ ടോൺ, അതിൻ്റെ ഐക്കണുകൾ, അതിൻ്റെ ഭാവനകൾ, നമ്മുടെ ഈ സംസാര ഡയലോഗിൻ്റെ വിന്യാസത്തിലൊക്കെ അദ്ദേഹം പുലർത്തിയിരിക്കുന്ന ആ എന്താണ് പറയുന്ന അതിൻ്റെ ലിബർട്ടേറിയനാണത്. അതിൽ യാതൊരു തരത്തിലുള്ള ഒരു സാങ്ക്രിറ്റൈസേഷനുമില്ല. ഭാഷയെ അതിൻ്റെ കീഴാളത്വത്തിൽ നിന്ന് അതിൻ്റെ സ്പോണ്ടൈനിറ്റിയിലൂടെ അതങ്ങ് തുറന്നു വിടുക, നടപൊട്ടി ഒഴുകുന്നൊരു പ്രവാഹം പോലെ പിന്നെ ഇങ്ങനെ ഭാഷ ഇങ്ങോട്ട് ഒഴുകി വരികയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കരുതും ഇതിനൊരു സാംസ്കൃതീകരണം ഇല്ലല്ലോ, മറ്റ് ആളുകളൊക്കെ സംസാരിക്കുന്നത് പോലെ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടാം. പക്ഷേ ഒരു മധ്യവർഗത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവായിരുന്ന ഈ ആർക്കിടിപ്പിക്കലായിട്ടുള്ള മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന നമ്മുടെ കലാഭവൻ മണി, കരുമാടിക്കുട്ടനൊക്കെ എന്ന് പറയുന്നത് ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചിരുന്ന അധ്വാനിക്കുന്ന കറുത്തവൻ്റെ ഭാവനയെ, കറുത്തവൻ്റെ വൈകാരികതയെ, കറുത്തവൻ്റെ മനസ്സിനെ ജനങ്ങൾക്കിടയിലേക്ക്, അത് കറുത്തവർക്കിടയിലേക്ക് മാത്രമല്ല മധ്യവർഗക്കാർക്കിടയിലേക്കും സവർണർക്കിടയിലേക്കും എല്ലാം തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു സവർണതയുടെ കൾച്ചറിനുമെതിരെ ശക്തമായ വർഗസമരം, അഭിനയത്തിലെ വർഗസമരത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ കലാഭവൻ മണിയെ കാണുന്നത്. യെസ്, PP സത്യൻ പറയുന്ന ആ സമരമുഖം എന്ന് പറയുമ്പോൾ തന്നെ സിനിമയുടെ എല്ലാ നാട്യങ്ങളും നിൽക്കുമ്പോൾ ആ നാട്യത്തിനപ്പുറത്തേക്ക് ഒരുപക്ഷെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്നുള്ള അവാർഡ് വിവാദങ്ങളൊക്കെ നാം കണ്ടു കഴിഞ്ഞിരുന്നു. അവിടെയും തൻ്റെ തനതായ ഒരു രീതിയിൽ പ്രതികരിക്കാൻ കഴിഞ്ഞ കലാഭവൻ മണി സിനിമയുടെ നാട്യത്തിനപ്പുറം PP സത്യൻ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഒരു വ്യക്തിയിൽ അത് തനതായിട്ടുള്ള കാര്യമാണെങ്കിൽ ഈ കഥാപാത്രങ്ങളൊക്കെ അതിനപ്പുറത്തേക്ക് നാടൻ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ആ ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ വള്ളം കളിയിൽ അദ്ദേഹം കാണിച്ചിരുന്ന ആവേശം, ഇതൊക്കെ സിനിമയുടെ നടനത്തിൻ്റെ അല്ലെങ്കിൽ നടൻ എന്നുള്ളതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് മണി മലയാളത്തിൻ്റെ കലാരംഗത്ത് സൃഷ്ടിപരമായ ഇടപെടലുകൾ നടത്തുന്നു എന്നതിൻ്റെ സൂചനകളായി നാം വിലയിരുത്തേണ്ടതില്ലേ? തീർച്ചയായും 90-കൾക്ക് ശേഷം ഒരു
മലയാള സിനിമയുടെ അച്ചുതണ്ടായി മണി മാറുകയായിരുന്നു. പ്രതി മലയാള സിനിമ എന്ന് ഞാൻ പറയുമ്പോൾ പണ്ടത്തെ ന്യൂ വേവ് സിനിമയുടെ അച്ചുതണ്ടൊന്നും തെറ്റിദ്ധരിക്കേണ്ട. മലയാള സിനിമയുടെ മുഖ്യധാരാ സംസ്കാരത്തിൽ തന്നെ ഒരു പ്രതി സംസ്കാരമായിട്ട് മണി മാറുകയായിരുന്നു. ആ പ്രതി സംസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കൃത്യമായി ദ്രവീഡിയൻ സബാൾട്ടൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. നമുക്ക് മണിക്ക് കിട്ടിയ ഓരോ ക്യാരക്ടർ നമുക്ക് നോക്കാം. വാസന്തി ലക്ഷ്മിയിലെ അന്തരാണെങ്കിലും അയാൾ ഒരു പൊതുവെ അന്തമാരൊക്കെ ആണെങ്കിലും നമ്പൂരിൻ്റെ മോനോ നായര മോനോ ഒക്കെ ആയിരിക്കും. പക്ഷേ കലാമണി സാധാരണക്കാരനെ ചിത്രീകരിക്കുന്നത്. കരുവാടിക്കുട്ടലാണ് ഒരു നമ്പൂരി ബാക്ക്ഗ്രൗണ്ട്, ഒരു സവർണ ബാക്ക്ഗ്രൗണ്ട്, അമ്മ വഴിയോ മറ്റോ വരുന്നുണ്ട്, അച്ഛൻ വഴിയോ തോന്നുന്നു വരുന്നുണ്ട്. ബാക്കി എല്ലാ കഥാപാത്രവും ലോകനാഥൻ IAS പോലെയുള്ള സിനിമകളാണ്, ബെൻ ജോൺസൺ ആണെങ്കിലും എല്ലാം തന്നെ സമൂഹത്തിന്റെ താഴെ തട്ടിൽ നിന്ന് വരുന്നു. ഈ താഴെ തട്ടിൽ നിന്ന് വരുന്നവർ ഉയർന്ന അതിലേക്ക് വരാം. സംവിധായകൻ കമൽ കൂടി ചേരുന്നു. ശ്രീ കമൽ, ഏറ്റവും മികച്ച പ്രതിഭ അത് അഭിനയത്തിലായി കഴിയട്ടെ, നാടൻ പാട്ടുകളിലായി കഴിയട്ടെ, മിമിക്രിയിലാകട്ടെ, 2016 ഒരു നഷ്ടം കൂടി മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും നമുക്ക് നഷ്ടങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് മണിയെ നമ്മൾ ഒരിക്കലും ആ പട്ടികയിലേക്ക് ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കാരണം മണിക്ക് അടുത്ത കാലത്തായിട്ട് ചെറിയ അസുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊരു ഗുരുതരാവസ്ഥയിലായിരുന്നു എന്ന് ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ അപ്രതീക്ഷിതമായിരുന്നു ഈ മരണം. മണിയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് കലാരംഗത്ത് ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ ഒരു പകുതി പോലും നമുക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ മിമിക്രി രംഗത്ത് നിന്നാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഹാസ്യതാരത്തിനുപരിയായിട്ട് താൻ പ്രതിപാദനനായ ഒരു നടൻ കൂടിയാണെന്ന് അദ്ദേഹം തെളിയിച്ചു. വില്ലൻ വേഷങ്ങളിലൂടെയും അതുപോലെ തന്നെ നായകനായിട്ടും ഒക്കെ തന്നെ വാസന്തി ലക്ഷ്മി ഞാനും പോലുള്ള സിനിമകളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം നമ്മളെല്ലാവരും കണ്ടതാണ്. തമിഴ് സിനിമയിലും, മലയാളത്തിൽ മാത്രമല്ല തമിഴ് സിനിമയിലും വളരെ ശ്രദ്ധേയമായ വേഷങ്ങളിൽ അദ്ദേഹം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും സജീവമായിട്ട് അഭിനയ രംഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ യോഗം. ഒപ്പം ഞാൻ മണിയെ ഓർക്കുന്നത് മറ്റൊരു രീതിയിലാണ്. മണിയെ അടയാളപ്പെടുത്താനായിട്ട് ഇഷ്ടപ്പെടുന്നത് നാടൻ പാട്ടുകളെ, നമുക്ക് മലയാളികൾക്ക് അന്യം നിന്നുകൊണ്ടിരുന്നിരുന്ന നാടൻ പാട്ടുകളെ വളരെ ജനപ്രിയമാക്കുകയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് മണിക്ക് വലിയ പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ സ്വരം, ആ ആർജവം, ഇപ്പോൾ നമുക്കറിയാം സ്റ്റേജിലൊക്കെ അദ്ദേഹം കാണിക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് ജനങ്ങളെ അത്രമാത്രം ആവേശം കൊള്ളിച്ചതായിട്ട് നമുക്ക് ഒരുപാട് അറിയാം. ലോകത്ത് എല്ലായിടത്തോളം മലയാളികളെ ഒരുപാട് ആവേശം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയും സ്വരവും ഒക്കെ തന്നെ. അതുപോലെ തന്നെ അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് അടുത്തിടപഴകിയിരുന്ന വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരു കലാകാരൻ കൂടിയായിരുന്നു. സ്വന്തം നാട്ടിൽ ചാലക്കുടിയിൽ ഏറ്റവും സാധാരണക്കാരനായി ജനിച്ച സാധാരണക്കാരുടെ ഇടയിൽ ഇന്നും മരിക്കുന്നതിന് മുമ്പ് വരെയും അദ്ദേഹം ഏറ്റവും സാധാരണക്കാർക്കൊപ്പം ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് കലാലോകത്തിന് മാത്രമല്ല മൊത്തം സമൂഹത്തിനും മലയാളിക്കും അദ്ദേഹത്തിന്റെ നഷ്ടം പറ്റിയത് ഇത് തന്നെയാണ്. ശ്രീ കമൽ, ഇത്തരത്തിൽ വലിയ വ്യത്യസ്ത മേഖലകൾ, വലിയൊരു മനുഷ്യസ്നേഹി, ഇത്തരത്തിൽ പറയുമ്പോൾ സിനിമ അത് സ്ക്രീനിനപ്പുറത്തേക്ക് ഷൂട്ടിംഗ് സ്ഥലങ്ങളിലൊക്കെ മണിയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. തമാശകളിലൂടെ എപ്പോഴും അവിടെ ഒരു സ്പിരിറ്റ് ഉണ്ടാകണം. ആ സ്പിരിറ്റ് തൻ്റേതായ വ്യക്തിത്വത്തിലൂടെ സെറ്റുകളിൽ വളരെ സജീവമാക്കിയിരുന്നു. അത്തരം അവസ്ഥയിലുള്ള മണിയെ എങ്ങനെയാണ് കാണേണ്ടത്? എല്ലാ സിനിമയുടെ സെറ്റിലും മണി കയറി വരുമ്പോൾ ഒരു എനർജി ഉണ്ടാകാറുണ്ട്. അതെല്ലാവരും പറയുന്ന ഒരു കാര്യം ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സ്വസിദ്ധമായ ചിരിയുണ്ട്. ആ ചിരിയോടുകൂടിയാണ് അദ്ദേഹം കടന്നു വരിക. ആ ചിരി മലയാളികളുടെ എല്ലാവരുടെയും കാതുകളിൽ എപ്പോഴും ഉണ്ടാവും. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അപ്പോൾ സൗഹൃദമായിട്ട് ഇടപഴകുന്ന ഒരാളായിരുന്നു എല്ലാവരും. അതിന് വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല. ഒരു താരമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് എവിടെയും സെറ്റില് മണി മാറി നിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. എല്ലാത്തിലും ഇടപെടുക. അത് ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. എങ്കിൽ പോലും അത് അദ്ദേഹത്തിന്റെ സ്വസിദ്ധമായ ഒരു ശൈലിയോ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മണി കൊണ്ട് കിടക്കുന്നത്. പിന്നെ ഒരുപാട് സൗഹൃദ സംഘം ഉണ്ടായിരുന്നു. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരിക പലപ്പോഴും കലാകാരന്മാരല്ലാത്ത, അതല്ലെങ്കിൽ സിനിമയ്ക്ക് യാതൊരു ബന്ധമില്ലാത്ത സാധാരണക്കാരോടൊപ്പം ആണ് പലപ്പോഴും അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരിക. എന്നും ഒരു ജനത്തിന് നടുവിൽ ജീവിച്ച ജനകീയനായ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. യെസ്, കമൽ, പി സത്യൻ, ഇപ്പോൾ സംവിധായകൻ കമൽ പറയുന്നത് കലാകാരന് അപ്പുറത്തേക്ക് ആ ഷൂട്ടിംഗ് സെറ്റിൽ തന്നെ വലിയൊരു സൗഹൃദ വലയം കാത്തുസൂക്ഷിച്ചുകൊണ്ട് അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അങ്ങനെ സിനിമയുടെ ലോകത്ത് പുറത്തുള്ള ആൾക്കാരെ കൂടി പങ്കെടുപ്പിക്കുന്നു. അതൊരു സാധാരണക്കാരൻ്റെ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത്, ഫക്രുദ്ദീൻ സൂചിപ്പിച്ചതനുസരിച്ചുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അന്തർലീനമായിരിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളാണ്.
രാഷ്ട്രീയത്തിൽ അതും ചൂണ്ടിക്കാണിക്കുന്നു. കമലായാലും നേരത്തെ കോടിയേരി ബാലകൃഷ്ണനൊക്കെ പറഞ്ഞത് ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ടതില്ലേ സിനിമയ്ക്ക് അപ്പുറം നിന്നുകൊണ്ട് മണിയെ നാം കാണുമ്പോൾ ആ രാഷ്ട്രീയവും? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിനയവും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ, നാടൻ പാട്ടുകൾ, സ്വന്തമായിട്ട് തന്നെ രൂപം കൊടുത്തിട്ടുള്ള പാട്ടുകളൊക്കെ അത് പലപ്പോഴും ഇവിടെ ഒബ്സീനൊക്കെ ആയിട്ട് ആളുകളൊക്കെ ചില ചിത്രീകരിച്ചു. പക്ഷേ അതിലങ്ങനെയൊന്നും ഇല്ല. അദ്ദേഹം ഒറിജിനലായി പിന്നെ യാതൊരു മറയുമില്ലാതെ മതാധിഷ്ഠിതമായിട്ടുള്ള മൊറാലിറ്റിയെ അവിടെ അദ്ദേഹം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മിനിസ്റ്റർ, കലാഭവൻ മണി നമ്മെ വിട്ടുപോകുമ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം, സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ശൂന്യതയാണ് നാം ഇനി അനുഭവിക്കുക? യഥാർത്ഥത്തിൽ കലാഭവൻ മണിയുടെ അഭിനയ ചാതുരി അത് കലാഭവൻ മണിക്ക് മാത്രമേ അവതരിപ്പിക്കാൻ കഴിയൂ. വളരെ സിമ്പിളായി ഏത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെയും വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന നല്ല പ്രതിഭാശാലിയാണ് ആയിരുന്നു ശ്രീ കലാഭവൻ മണി. രണ്ടാമത് അദ്ദേഹത്തിന്റെ ആളുകളോടുള്ള ഇടപെടൽ, അദ്ദേഹം എല്ലാ സാധാരണക്കാരനുമായിട്ട് ഇടപെട്ട് അവരുമായിട്ട് എല്ലാം ഒരു കോർഡിയലായിട്ട് പോകുന്ന നല്ല സ്വഭാവമുള്ള ആളാണ്. അഭിനയ രംഗത്ത് യഥാർത്ഥത്തിൽ കലാഭവൻ മണി ഒരു അത്യുന്നത സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അത്ഭുതം ഉണ്ടാവില്ല. അങ്ങനെ ഉയർന്ന ഒരു നിലവാരം പുലർത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കലാഭവൻ മണിക്ക് പകരം കലാഭവൻ മണി അല്ലാതെ മറ്റൊരാളില്ല. അതാണ് മലയാളത്തിന്റെ ഇന്നത്തെ അവസ്ഥ. അന്ന് അതാണ് എന്റെ വിലയിരുത്തൽ. മിനിസ്റ്റർ, 2000-ൽ ദേശീയ ചലച്ചിത്ര പ്രത്യേക ജൂറി പരാമർശം, അതോടൊപ്പം തന്നെ 99-ൽ സംസ്ഥാന ജൂറി പരാമർശം ഒക്കെയാണ്. അത്തരത്തിൽ വലിയൊരു കലാകാരനെ നഷ്ടപ്പെടുമ്പോൾ സർക്കാർ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഏതു തരത്തിലൊക്കെയാണ് കാണുന്നത്? സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്. ഏതായാലും അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു സമഗ്രമായ സംഭാവനകൾ ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. അതിന് അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുമുള്ള ഒരു പ്രോത്സാഹനവും പിന്തുണയും നമ്മളുടെ പ്രേക്ഷക സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ജനങ്ങളും അത് പൂർണ്ണമായി അംഗീകരിക്കുകയാണ്. യെസ്, നന്ദി മിനിസ്റ്റർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കലാഭവൻ മണി വിട്ടുപിരിയുമ്പോൾ പി സത്യൻ, ഫക്രുദ്ദീൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതും ഇപ്പോൾ മിനിസ്റ്റർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നതുമായ ആ ഒരു വ്യത്യസ്തമായ നിലപാടുകൾ സമൂഹത്തിൻ്റെ ഏതൊരറ്റത്തേക്കും കടന്നു ചെന്ന് തൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന കലാഭവൻ മണി ഒരു സിനിമാക്കാരനപ്പുറമാണ് മണിയെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യധാര താരങ്ങളെന്ന് പറയപ്പെടുന്ന നടന്മാരെ പറ്റി പോലും എനിക്ക് ഇവിടെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. കാരണം സിനിമ അല്ലെങ്കിൽ കല, ആ കലയെയും ജീവിതത്തെയും രണ്ട് അറകളാക്കി മാറ്റി നിർത്തിയിട്ടുള്ള ഈ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഈ ബൂർഷ്വാ സമൂഹത്തിൻ്റെ കലാസങ്കല്പത്തെ അല്ലെങ്കിൽ ജീവിത സങ്കല്പത്തെ തകർത്തുകൊണ്ട് ജീവിതവും കലയും തമ്മിലുള്ള ആ കൃത്രിമമായ അതിർവരമ്പിനെ പൊളിച്ചെറിഞ്ഞ മലയാളത്തിൻ്റെ നല്ല ഇന്ത്യയുടെ തന്നെ എക്കാലത്തെയും അഭിനയ മേഖലയിലെ കറുത്ത മുത്താണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാരണം കരുമാടിക്കുട്ടനായിരുന്നാലും വാസന്തിയും ഇതുപോലുള്ള എത്രയോ സിനിമകളിൽ നമ്മൾ കാണുന്നത് ആ ആമ്പൽ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആറ്റിലേക്ക് ചാടിയിട്ട് അടുത്ത ചെളിയൊക്കെ കൊണ്ടുവരുന്നതും അവിടെ നിന്ന് വലിയ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടുത്തെ കീഴാളരായിട്ടുള്ള മനുഷ്യർക്ക്, സാധുക്കളായ മനുഷ്യർക്ക് എന്തുമാത്രം കൊടിയ അവമതിപ്പുകളാണ് നേരിടേണ്ടി വന്നത് എന്ന് ഇത്ര ഹൃദയത്തിൽ തറയ്ക്കുന്നത് പോലെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ താരങ്ങളെന്ന് പറയുന്ന നടന്മാർക്ക് കഴിയില്ല അതിന്. കാരണം ഇദ്ദേഹത്തിൻ്റെ അനുഭവം എന്താണ് പറയുക, റാഷ്യൽ ട്രഡീഷനാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വംശത്തിൻ്റെ, ഒരു ജനതയുടെ നൂറ്റാണ്ടുകളായിട്ട് അവർ അനുഭവിച്ചിരിക്കുന്ന വൈകാരികതയുടെ തീക്ഷ്ണത മനസ്സിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് അത് തൻ്റെ അതായ രീതിയിൽ സിനിമയിൽ തൻ്റെ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം പുതുജീവൻ നൽകുമ്പോൾ അഭിനയത്തെ പറ്റിയുള്ള ഒരു പുതിയ പൊളിറ്റിക്സ് ഓഫ് ആക്ടിങ് ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇത് അരിസ്റ്റോട്ടിലും ഭരതമുനിയും പറഞ്ഞതിൻ്റെ അപ്പുറത്താണ്. കാരണം ആ കാലഘട്ടത്തിൽ അഭിനയത്തെ പറ്റിയുള്ള സങ്കല്പം എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായ ചില കാര്യങ്ങൾ മാത്രമാണ്. ആഹാര്യം, സാത്വികം, അല്ലെങ്കിൽ നമ്മുടെ വ്യഭിചാരി ഭാവം, ഇത്തരത്തിലുള്ള മതിലുകളെയൊക്കെ മറികടന്നുകൊണ്ട് സംഗീതത്തെയും അല്ലെങ്കിൽ പാട്ടിനെയും അഭിനയത്തെയും ഈ രീതിയിൽ അങ്ങോട്ട് മിങ്കിൾ ചെയ്യിപ്പിക്കാൻ, ഫ്യൂഷൻ
ചെയ്യിപ്പിക്കാൻ പിന്നെ ഈ സത്യന് പോലും സാധിച്ചിട്ടില്ല. സത്യൻ്റെ അഭിനയം വളരെ ഗംഭീരമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറയുന്നത് മനുഷ്യർ കുട്ടികളെയൊക്കെ അദ്ദേഹം എടുത്ത് പിന്നെ ഓമനിക്കുന്നതും ലാളിക്കുന്നതും, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ആളുകൾ കൂടിയിരിക്കുമ്പോൾ അവരൊക്കെ നമ്മൾ ഒരു സാംസ്കാരിക രംഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പവറുണ്ട്, കൾച്ചറൽ പവർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കുറേ കാലം കുറേ അങ്ങ് അഭിനയിച്ചു കഴിഞ്ഞാൽ നടന് കിട്ടുന്ന ഒരു സ്റ്റാർഡം, അത് ഒരിക്കലും ഇല്ലാതിരുന്ന സ്റ്റാർ വിത്തൗട്ട് സ്റ്റാർഡം, താരപദവിയില്ലാത്ത എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ള ഒരു താരമായിരുന്നു അദ്ദേഹം അഭിനയവും അല്ലെങ്കിൽ കലയും ജീവിതവും തമ്മിലുള്ള ഈ കൃത്രിമമായി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള മതിൽ പൊളിച്ചിട്ട് മനസ്സിലേക്ക് എത്തി, ജനമനസ്സിലേക്ക്. മാമുക്കോയ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ മാമുക്കോയ, മലയാളം മണി എന്ന പ്രതിഭാശാലിയെ അനുസ്മരിക്കുകയാണ്. താങ്കൾ ആ കലാകാരനെ ഏതു തരത്തിലാണ് ഈ ഘട്ടത്തിൽ നോക്കുക? ഏത് ഘട്ടത്തിൽ നോക്കിയാലും മരിച്ചില്ലേ, നമുക്ക് നമ്മളോട് വിട പറഞ്ഞു പോയി. എന്ത് പറയാനിപ്പോ, മണി ഈ സിനിമക്ക് അപ്പുറത്തുള്ള ഒരു സൗഹൃദം ഞാനും അവനും തമ്മിൽ. ഞാൻ ഇല്ലാത്ത എന്റെ അഭാവത്തിൽ എന്നെ അനുകരിച്ച് ജനങ്ങളിലേക്ക് എന്റെ സത്യത്തിൽ കാട്ടുന്നു. ഒരുപാട് സങ്കടമുണ്ട്. അത് ഇതൊക്കെ ഇപ്പൊ ഈ സമയത്ത് ഒന്നും വിവരിക്കാനും പറയാനും തോന്നുന്നില്ല. അല്ലാതെ ഒരു വിഷമം. അത് മരിച്ചു എന്ന് പറഞ്ഞത് തന്നെ എനിക്ക് ആ വാക്ക് പറയാൻ യെസ്, ആ വികാരം തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുമ്പോൾ. അലക്സ് കൊച്ചിയിൽ നിന്നും. അലക്സ്, എപ്പോഴായിരുന്നു മരണം? ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രദീപ്, ഏറെ, അതായത് മലയാളത്തെയോ മലയാള ചലച്ചിത്ര സിനിമാ ലോകത്തെയോ ഏറെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് 7:15 കൂടി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കലാഭവൻ മണി ഓർമ്മയായിരിക്കുന്നു. ഞാനിപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. അമൃത ആശുപത്രിയിലാണ് കലാഭവൻ മണി ഉണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കലാഭവൻ മണി കരൾ രോഗം സംബന്ധിച്ച ചികിത്സയിലായിരുന്നു ആശുപത്രി വിട്ട് കലാഭവൻ മണി ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിരുന്നു. എന്നാൽ 2 ദിവസം മുമ്പ് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് ആശുപത്രി അധികൃതർ ഈ ഒരു ഘട്ടത്തോടുകൂടെ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നത്. പക്ഷേ ഇങ്ങനെയല്ല എന്നൊരു ശ്രുതിയും കേൾക്കുന്നുണ്ട്. അതായത് മരണത്തിന് പിന്നിൽ മറ്റെന്തോ ദുരൂഹതയുണ്ട്. അത്തരത്തിലുള്ള ഒരു ദുരൂഹതയും ഇതിന് പിന്നിലുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി ഒരു കൃത്യമായ വിവരം നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. കലാഭവൻ മണിയുടെ മൃതദേഹത്തിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ എടുക്കാനോ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആശുപത്രി പരിസരം ഇപ്പോൾ പറയുകയാണെങ്കിൽ ആശുപത്രിയിലേക്ക് ഈ വിവരം അറിഞ്ഞ വാർത്ത അറിഞ്ഞ ആരാധകർ, ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. സിനിമാ പ്രവർത്തകർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. സിനിമാ സംവിധായകൻ ബ്ലസ്സി ഇവിടെയുണ്ട്, കോട്ടയം നസീർ ഇവിടെയുണ്ട്, സലീം കുമാർ ഇവിടെയുണ്ട്, തുടങ്ങി ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരടക്കം ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. പ്രദീപ്. യെസ്, അലക്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ നമുക്ക് വരുന്ന നിമിഷങ്ങളിലേക്ക് അലക്സിലേക്ക്. ഒരു പ്രധാനപ്പെട്ട വിവരം കൂടെ പങ്കുവയ്ക്കാനുള്ളത്, അല്പനിമിഷത്തിനകം കലാഭവൻ മണിയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരമായി പങ്കുവയ്ക്കാനുള്ളത്. ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെ? പ്രദീപ്, ബന്ധുക്കൾ ഇവിടെയുണ്ട്. ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിൽ ഉള്ള, അതായത് ഇതൊരു അവർക്ക് തങ്ങൾക്ക് യോജിക്കാത്ത തരത്തിലേക്ക് ഒരു മാധ്യമ വാർത്ത എന്നുള്ള തരത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം നൽകാൻ ഇതുവരെ തയ്യാറാകാത്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു ദുരൂഹത ഉയരുന്നുണ്ട്, ഇത് ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമല്ല. കരൾ രോഗത്തെ സംബന്ധിച്ച് കലാഭവൻ മണി ഇവിടെ ചികിത്സയിലായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ദിവസം മുമ്പാണ് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മണിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇന്ന് അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. തുടർന്ന് വൈകുന്നേരത്തോടുകൂടി സ്ഥിതിഗതികൾ വഷളായി. 7:15 കലാഭവൻ മണി ഓർമ്മയായി എന്നുള്ള വിവരമാണ് പ്രദീപ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. യെസ്, അലക്സ്. ഫക്രുദ്ദീൻ, ഒരുപക്ഷെ ദുഃഖത്തിൻ്റെ ഒരു അംശങ്ങൾ നിലനിൽക്കുമ്പോൾ ചിന്തിക്കുന്നതായിരിക്കും. അലക്സിൻ്റെ റിപ്പോർട്ട് ആ തരത്തിലാണ് വരുന്നത്. പെട്ടെന്നുണ്ടാകുന്നൊരു ഷോക്ക് ഏതൊരു മരണത്തെയും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വരാനുണ്ട്. കലാഭവൻ മണി നേരത്തെ പി സത്യൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറ്റവും തനതായ അഭിനയ രീതി കാഴ്ചവെക്കുമ്പോൾ തന്നെ ആ അഭിനയത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടുകൾ സന്നിവേശിപ്പിക്കുന്ന രീതിയായി കഴിഞ്ഞാലും മിമിക്രിയുടെ കാര്യങ്ങളായി കഴിഞ്ഞാലും ഏറ്റവും പെട്ടെന്ന് ഏത് സന്ദർഭത്തിലും ഒരു പാട്ട് പാടുക, അത് നാടൻ ശീലുകളിലേക്ക് ആവർത്തിക്കുക, അതൊക്കെ മണിയുടെ മാത്രം സ്വന്തമായിരുന്ന കാര്യങ്ങളാണ്. സിനിമയിൽ അതൊക്കെ അദ്ദേഹത്തിന് ഗുണമായിട്ടുണ്ട് എന്ന കഥാപാത്രങ്ങളൊക്കെ കാണുമ്പോൾ നാം ഓർക്കുന്ന ഘട്ടത്തിലേക്ക് വരുമോ? മാമുക്കോയ പറയുന്നതനുസരിച്ച് വാക്കുകൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് മലയാള സിനിമ ഈ നിമിഷം.
മാമുക്ക അങ്ങനെ പറയും. കാരണം എന്ന് വെച്ചാൽ മാമുക്ക അനുകരിച്ചുകൊണ്ടാണ് കലാഭവൻ ഈ മിമിക്രി വേദിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായത്. അദ്ദേഹം തന്നെ പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ തമ്മിൽ അങ്ങനെ ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ദിലീപ് ആണെങ്കിൽ അത് ഇന്നസെൻ്റ് ഏട്ടനെ അനുകരിച്ചുകൊണ്ടാണ് ദിലീപ് വന്നത്. ഇവിടെ നമ്മൾ മണീനെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യങ്ങൾ, ഈ പാരഫർണലി എല്ലാം തന്നെ നാടൻ പാട്ടുകാരൻ, അതുപോലെ നാടൻ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തെ സ്റ്റാർഡം ഉണ്ടാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ്. ഈ സ്റ്റാർഡത്തെ പറ്റി ജോൺ ഡെയർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് സ്റ്റാർഡത്ത് ശ്രദ്ധിക്കേണ്ട വിഷയം. ഒന്ന്, ഒരു നടനും അതുപോലെ തന്നെ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം. അപ്പോൾ മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും ഇവരുടെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യവും ഇവരുടെ വ്യക്തി ജീവിതവും തമ്മിലുള്ള അത് സൃഷ്ടിക്കുന്ന ക്യൂരിയോസിറ്റി എപ്പോഴും സ്റ്റാർഡം ഉണ്ടാക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ജോൺ ഡെയർ പറഞ്ഞിട്ടുണ്ട്. ജോൺ ഡെയർ ആണ് ഇന്റർനാഷണൽ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ പഠിച്ച ഒരാൾ. പക്ഷേ നമ്മൾ കലാഭവൻ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ കലാഭവൻ എന്ത് തന്നെയാണോ അത് തന്നെയാണ് പൊതുവെ കലാഭവൻ ക്യാരക്ടേഴ്സ്. ഇപ്പം കേരളത്തിൽ മമ്മൂട്ടിയുടെ മോഹൻലാലിന് ഒരു പരിധി വരെ അത് കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പം മണിയിലാണ് കൂടുതൽ കൃത്യം. ശരിക്കും മണി എന്നുള്ള നടനും മണി എന്നുള്ള നാടൻ മനുഷ്യൻ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, പരസ്പരം ഉൾച്ചേർന്ന് പോകുന്നതാണ്. മണി ഏതോ ഫോറസ്റ്റുകാർ അടിച്ച സംഭവമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഇപ്പം സാധാരണഗതി കേരളത്തിലൊരു നടൻ അങ്ങനെ ചെയ്യില്ല. പക്ഷേ മണി എന്നുള്ള ആ മനുഷ്യനെ ഒതുക്കി വെക്കാൻ മണിക്കായില്ല. പിന്നെ കൈരളി ടി വിക്ക് 1-2 ഗുണം. മണിക്ക് ആദ്യമായിട്ട് എക്സ്പോഷർ കൊടുത്ത ചാനൽ, അത് മെയിൻ ചാനൽ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ. മാത്രമല്ല മണി ഇങ്ങനെ വിവാദത്തിൽ കത്തിയുന്ന സമയത്ത് മണിയെപ്പറ്റി മോശമായിട്ടുള്ള ഇംപ്രഷൻ മാറ്റുന്ന ജോൺ ബിട്ടാസിൻ്റെ ഷോ JB ജംഗ്ഷൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബന്ധം കൈരളി ചാനലുമായിട്ടും മണിക്കുണ്ട്. അല്ല, മണി ഏറ്റവും കൂടുതൽ, മണിയായാലും സ്വരാജിനാണെങ്കിലും ഏറ്റവും കൂടുതൽ അവർക്ക് ഒരു ബൂസ്റ്റ് കൊടുത്ത ചാനലാണ് കൈരളി. പിന്നെ ഈ മണിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മെയിൻ സ്ട്രീം അഭിനയ രംഗത്ത്, മെയിൻ സ്ട്രീം മലയാള സിനിമയിൽ ഒരു പ്രതിധാരയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ലോക്നാഥ് IPS പോലെയുള്ള സിനിമകൾ, ബെൻ ജോൺസൺ പോലെയുള്ള സിനിമകൾ നമുക്ക് കാണാം. നമ്മളെപ്പോഴും പറയുന്ന കാര്യം, സെൻകുമാർ ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിലെ എലീറ്റ് സർക്കിൾ, അത് ബിസിനസ് ആയിക്കോട്ടെ, കേരളത്തിൽ വെച്ചുള്ള മറ്റ് സ്ഥലങ്ങളിലെ മീഡിയ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള IAS IPS രംഗങ്ങളെല്ലാം ആയിക്കോട്ടെ, ദളിത് വിഭാഗത്തിൽ വരുന്ന സമൂഹമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ജനവിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകൾ, അവരുടെ കഴിവുകൊണ്ട് മാത്രം വരുന്ന ആളുകൾ പീഡിപ്പിക്കപ്പെടുന്ന വല്ലാത്തൊരു അവസ്ഥാവിശേഷമുണ്ട്. ഇതെല്ലാം പല രീതിയിൽ മമ്മൂട്ടി മോഹൻലാലൊക്കെ വ്യത്യസ്തമായി ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ന്യൂവാൻസസ് പോലും വളരെ, അതിൻ്റെ സൂക്ഷ്മ തലങ്ങൾ പോലും വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന മണി ക്യാരക്ടേഴ്സാണ്. അതിപ്പം ലോക്നാഥൻ IAS പോലെയുള്ള IAS വളരെ കൃത്യമാണ്. IAS കാരനായിട്ട് പിന്നെ അയാൾ പിന്നെ ഓട്ടോ ഡ്രൈവറായി പോകുന്നത്. അതേസമയം തന്നെ ബെൻ ജോൺസൺ നമുക്ക് കാണാൻ പറ്റും. ഇതെന്തുകൊണ്ട് മണിക്ക് ചെയ്യാൻ പറ്റും? മണിയുടെ നേരത്തെ പറഞ്ഞ പോലെ മണിയുടെ ജീവിത അനുഭവമാണ്. ഈ ജീവിത അനുഭവവും സ്റ്റാർഡം ഉണ്ടാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പം സ്റ്റാർഡം ഉണ്ടാക്കുന്നതിൽ ഒരു ബേസിക്കലി നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉണ്ടാവും. ഇപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക അനായാസമായ അഭിനയമാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശബ്ദവിന്യാസം അത് പിന്നെ ഡെവലപ്പ് ചെയ്തു വന്നു. പിന്നെ ആകാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആകാര്യ ശോഭ. ഇപ്പം മഹേഷ് ബാബുവിനെ തന്നെയാണ്, മഹേഷ് ബാബുവിൻ്റെ ലുക്കാണ്, ഒടുക്കത്തെ ലുക്കാണ്. രജനീകാന്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റ് സാമൂഹ്യമായ ഘടകങ്ങളും മറ്റ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റുമായിട്ടും സിനിമയുടെ ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ വിശദാംശങ്ങളും കൂടി വരുമ്പോഴാണ് ഒരു സ്റ്റാർ ഒരു മൂർത്ത രൂപം പ്രാപിക്കുന്നത്. ഇപ്പം മഹേഷ് ബാബുവിനെ സമയം മഹേഷ് ബാബു വന്നങ്ങോട്ട് നിന്നാൽ മതി, നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് കലാഭവൻ മണി, ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ എന്തായിരുന്നു കലാഭവൻ മണി? കലാഭവൻ മണി കൃത്യമായിട്ട് ഒരു ദ്രവീഡിയൻ, അദ്ദേഹത്തിൻ്റെ ദ്രവീഡിയൻ ശരീരം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ബന്ധങ്ങൾ, ഇതിനനുരൂപമായ ക്യാരക്ടേഴ്സ് എഴുതി ഉണ്ടാക്കാൻ വേണ്ടി മുഖ്യധാര സിനിമ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെയും സംവിധായകനെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം ഈ പ്രത്യേകം നിർബന്ധിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് സ്റ്റാർ ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിലെ മറ്റു താരങ്ങളൊന്നും അങ്ങനെയല്ല. ഇദ്ദേഹം ഇപ്പൊ മുകേഷ് മുകേഷ് ജനവിഭാഗത്ത് വന്ന ആളാണ്. പക്ഷേ മുകേഷിന്റെ ക്യാരക്ടേഴ്സ് സവർണ്ണ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ആ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് മുകേഷിന് ആരും എഴുതി കൊടുത്തിട്ടില്ല. പക്ഷെ കലാഭവൻ മണി ഇങ്ങനെ ഡിമാൻഡ് ചെയ്ത് ഇങ്ങനെ വന്നു, ഡിഫറൻ്റ് ആയ സ്റ്റാറിന് രൂപപ്പെടുത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ചാലക്കുടി MLA BD ദേവസ്യ, ശ്രീ BD ദേവസ്യ, കലാഭവൻ മണിയെ നടന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ വിലയിരുത്തപ്പെടുകയാണ്. ഒരുപക്ഷെ മറ്റാർക്കും ലഭിക്കാത്ത ഭാഗ്യം. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം നടനപ്പുറം കലാഭവൻ മണി ഏത് വ്യക്തിയായിരുന്നു എന്ന് താങ്കൾക്ക് കൂടുതൽ പറയാൻ സാധിക്കും. അത്രമാത്രം ബന്ധം നിങ്ങൾ രണ്ടുപേരും ഉണ്ട് എന്നാണ് അറിയുന്നത്. മണി എൻ്റെ ഒരു ഉറ്റ സുഹൃത്തായിരുന്നു. മണിയുടെ വേർപാട് വളരെ ഞെട്ടലോടെയാണ് ഞാൻ കേട്ടത്. അദ്ദേഹം എളിയ നിലയിൽ നിന്ന് സിനിമാ രംഗത്ത് ഉയർന്നു വന്ന് ചാലക്കുടിയുടെ യശസ് ഉയർത്തിപ്പിടിച്ച ഒരു കലാകാരനാണ്. ചാലക്കുടിയുടെ ഒരു ടച്ച് മണിയുടെ അഭിനയത്തിലും പാട്ടിലും സംസാരത്തിലും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ചാലക്കുടിയും ചാലക്കുടി പുഴയും ചാലക്കുടി മാർക്കറ്റും ചാലക്കുടിയുടെ എല്ലാ അന്തരീക്ഷവും അദ്ദേഹത്തിന്റെ എല്ലാ സമീപനങ്ങളിലും നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അത്രയധികം ആത്മബന്ധം ചാലക്കുടിയുമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് സിനിമാ രംഗത്ത് വലിയ നഷ്ടമാണ്. അതോടൊപ്പം തന്നെ ചാലക്കുടിക്കാരെ സംബന്ധിച്ചിടത്തോളം തീരാ ദുഃഖമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
ശ്രീ ബി ഡി ദേവസ്യ, എപ്പോഴും നടന്മാർ അല്ലെങ്കിൽ കലാകാരന്മാർ എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ ദൈനംദിന അവസ്ഥകളെ മാറി നിൽക്കുക, അതിനോട് ഇടപഴകാതിരിക്കുക എന്നൊക്കെയുള്ള ചില സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങളെയൊക്കെ ചാലക്കുടിയിൽ മണി എങ്ങനെയാണ് മാറ്റി എഴുതിയിരുന്നത്? മണിക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നോ? എനിക്കൊരു രാഷ്ട്രീയമുണ്ട് എന്നാണ് മണി പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. മണി അഭിമാനപൂർവ്വം ഞാൻ ഒരു ഇടതുപക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റാണ് എന്ന് എവിടെയും പറയുമായിരുന്നു. കുട്ടിക്കാലം മുതൽ ഒരു കമ്മ്യൂണിസ്റ്റും ബസ്സും തൊഴിലാളി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നപ്പോൾ യൂണിയൻ പ്രവർത്തകനും പിന്നീട് കലാകാരനായിട്ടും ഇടതുപക്ഷം മനസ്സ് എന്നും മണി കൈവിടാതെ കാത്തു സൂക്ഷിച്ചിരുന്നു. തെരഞ്ഞെടുപ്പുകളിലൊക്കെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മണി ഇടതുപക്ഷത്തെ പരമാവധി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ വിജയം എന്നും സ്വപ്നം കണ്ടിരുന്ന ഒരു കലാകാരനായിരുന്നു കലാഭവൻ മണി. മണി വളരെ എളിയ നിലയിൽ നിന്ന് വന്ന കാര്യം അദ്ദേഹത്തിന്റെ സംസാരങ്ങളിലൊക്കെ എപ്പോഴും തൊഴിലാളികളോടും പാവപ്പെട്ടവരോടും ഒക്കെ ഒരു അടുപ്പമുള്ള, ഒരു പക്ഷമുള്ള സംസാരമായിരുന്നു. അദ്ദേഹം അധ്വാനത്തോട് ബഹുമാനവും അധ്വാനിക്കുന്നവരോട് സ്നേഹവും കാണിച്ച ഒരു കലാകാരനായിരുന്നു. അദ്ദേഹം പിന്നിട്ട വഴികൾ, സഹിച്ച ത്യാഗങ്ങൾ, കുട്ടിക്കാലം, യാതനകളെല്ലാം ഓർക്കുമായിരുന്നു. പിന്നിട്ട വഴികളെ എന്നും ഓർക്കുന്ന ഒരു കലാകാരനായിരുന്നു. അത് മറക്കാതെ നാടിനെയും സുഹൃത്തുക്കളെയും ഒക്കെ പരിഗണിച്ചിരുന്ന ഒരു മഹാനായ കലാകാരനായിരുന്നു കലാഭവൻ മണി. ശ്രീ ബി ഡി ദേവസ്യ, അത്തരത്തിലൊരു രാഷ്ട്രീയം, ഞാൻ ആ കലാകാരൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് പല പൊളിച്ചെഴുത്തും നടത്തിയിട്ടുണ്ട് സമൂഹത്തിന്റെ ഇടപെടലുകളിലൊക്കെ. അത് ചാലക്കുടിക്ക് അപ്പുറവും വിടുമ്പോൾ മണിയുടെ സാമൂഹിക ബോധം, ആ രാഷ്ട്രീയ ബോധം, ആ ഇടതുപക്ഷ ബോധം, ആ ഇടതുപക്ഷ ബോധത്തെ മണി എത്രമാത്രം ശക്തമാക്കിയിരുന്നു തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ. അങ്ങനത്തെ ആ പ്രവർത്തന മണ്ഡലത്തെ ചാലക്കുടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ അടുത്തറിഞ്ഞ വ്യക്തി എന്നുള്ളൊരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കും താങ്കൾക്ക്? ചാലക്കുടിയിലെ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും പൊതു പ്രശ്നങ്ങളിലും എല്ലാം സജീവമായി പങ്കെടുത്ത ഒരു വ്യക്തിയാണ് കലാഭവൻ മണി. അദ്ദേഹം എന്നും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റം, അതിനെ വളരെയേറെ സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കലാകാരനാണ്. ഞാൻ സൂചിപ്പിച്ചു, അദ്ദേഹം ഒരിക്കലും പിന്നിട്ട വഴികൾ മറന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം, അദ്ദേഹം ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ ആണ് അദ്ദേഹത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ആക്കിയത്, ഒരു ഇടതുപക്ഷ മനസ്സുള്ള വ്യക്തിയാക്കി മാറ്റിയത്. അപ്പൊ കലാകാരനായി ഉയർന്നപ്പോഴും മണി അത് കൈവിടാതെ തൊഴിലാളികളോടും തൊഴിലാളി പ്രസ്ഥാനത്തോടും വളരെയേറെ ആഭിമുഖ്യം കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ബി ഡി ദേവസ്യ, ഒന്ന് രണ്ട് സിനിമകളിൽ ഇടതുപക്ഷ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രേഡ് യൂണിയനിസം അടക്കമുള്ള കാര്യങ്ങളിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ആ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിലെ ആർജവം, ആ ശബ്ദം, അതൊക്കെ എങ്ങനെയെന്ന് നിരൂപകരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആരാധകരും ഒക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ചെങ്കൊടി കണ്ടാൽ അല്ലെങ്കിൽ അത്തരം മുദ്രാവാക്യങ്ങൾ കണ്ടാൽ എൻ്റെ ഞരമ്പ് ഒന്ന് ത്രസിക്കും. അത് ചോരയുടെ നിറമാണ്, അത് ജീവിതത്തിന്റെ നിറമാണ്, സാധാരണക്കാരന്റെ വിയർപ്പിന്റെ നിറമാണെന്നൊക്കെയാണ്. അങ്ങനെയുള്ള കലാഭവൻ മണി എന്നുള്ള നടനപ്പുറത്തേക്കുള്ള സാമൂഹിക പ്രവർത്തകൻ, ആ ഇടതുപക്ഷ മനസ്സ് താങ്കൾ ഇപ്പോൾ അടിവരയിടുമ്പോൾ ആ മണി തന്റെ ഭാവി സ്വപ്നങ്ങൾ പങ്കുവച്ചിരുന്നോ പ്രവർത്തനങ്ങളിലൂടെ ആ തലങ്ങളിലൊക്കെ? 2 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചതാണ്. അപ്പൊ അദ്ദേഹം എന്റെ പ്രവർത്തനങ്ങളെ വളരെയേറെ അഭിനന്ദിച്ച് സംസാരിക്കുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവും, ഞാൻ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ എന്നോട് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അതിന് എന്റെ 2 അസംബ്ലി തെരഞ്ഞെടുപ്പിലും അദ്ദേഹം എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ വിജയം അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. ഇടതുപക്ഷം വിജയിക്കും, ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്നൊക്കെ അദ്ദേഹം എന്നോട് സംസാരം മധ്യ സൂചിപ്പിക്കുകയുണ്ടായി. യെസ്, ബി ഡി ദേവസ്യ, പി സത്യൻ, ബി ഡി ദേവസ്യ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന വ്യക്തിയാണ് കലാഭവൻ മണിയുമായി. 2 ദിവസം മുമ്പും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധം, അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോഴും ബി ഡി ദേവസ്യ സൂചിപ്പിച്ചതുപോലെ ആ മനസ്സ് തന്നെയാണോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ചില ഡയലോഗുകൾ വരുമ്പോൾ, ചില കഥാപാത്രങ്ങൾ വരുമ്പോൾ ഞാനായി മാറുന്നുണ്ട്, ഞാൻ അടിസ്ഥാന വർഗത്തിൻ്റെ വികാരമായി മാറുന്നുണ്ട് എന്ന് മണി അടിവരയിടുമ്പോൾ ഇപ്പോൾ ബി ഡി ദേവസ്യ പറയുന്നതും കൂടി ആ ഘട്ടങ്ങളിലൊക്കെ കഥാപാത്രത്തിനപ്പുറം ജീവിക്കുന്ന പച്ചയായ മണി,
അങ്ങനെ കാണേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ബെർണാഡ് ഷാ, പ്രസിദ്ധനായ ബെർണാഡ് ഷാ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആർട്ട് മസ്റ്റ് കൺസീൽ ഇറ്റ്സ് ആർട്ടിഫിഷ്യാലിറ്റി. അഭിനയം കൃത്രിമത്വത്തെ മറച്ചു വെക്കണം. ഇപ്പം നമ്മൾ കാണുന്ന പല അഭിനയം അത് പിന്നെ ആർട്ടിഫിഷ്യൽ മോഡുലേഷൻ ഓഫ് ബോഡി ആയിട്ട് മാറിയിട്ടുണ്ട്. ചിലപ്പോൾ ഫേസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അഭിനയിക്കുന്ന നടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ. അവർ കരുതിയിരിക്കുന്നത് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള വികാരത്തെ മുഖത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അത് റോങ് ആണ്. ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാർ ഒരു സിനിമയിൽ പിന്നെ നവരസങ്ങൾ കാണിക്കുന്നുണ്ട്. നവരസങ്ങൾ കാണിച്ചതിന് ശേഷം ജഗതി ഗംഭീരമായിട്ട് പറയുന്നു, ഞാനൊരു പുതിയ ഭാവം കാണിക്കാം. ആ ഭാവം കാണിക്കുമ്പോൾ ആളുകൾ ചിരിക്കുകയാണ്, പരിഹസിച്ചാണ് ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നവരസങ്ങൾ എന്നുള്ളത് മുമ്പേ ഇവിടെ കാണിച്ച രീതിയിൽ കൃത്രിമമായിട്ട് അനുകരിക്കുക മാത്രമാണ് ജഗതി ചെയ്തത്. 10ാമത്തെ ഞാൻ സ്വന്തമായൊരു ഭാവം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ആ ഭാവമാണ് യഥാർത്ഥത്തിൽ ജഗതിയുടെ ഏറ്റവും വലിയ അഭിനയം. അത് കണ്ടപ്പോൾ ആളുകൾ അതിനെ നോക്കിയിട്ട് പരിഹസിച്ച് ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഭിനയത്തെ സംബന്ധിച്ച് നമുക്കുള്ള ഒരു പരമ്പരാഗത സങ്കല്പം എന്ന് പറയുന്നത് ഒരു വലിയ ഭാരമാണ്. ആ പരമ്പരാഗത സങ്കല്പം അനുസരിച്ച് മുഖത്ത് സാത്വികതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മണിയുടെ അഭിനയ രീതിയുടെ സവിശേഷത എന്ന് പറയുന്നത് ശരീരത്തെ സമ്പൂർണമായ ഒരു എന്താണ് പറയുക യൂണിറ്റായിട്ടാണ് അദ്ദേഹം എടുക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ മുഖം, ശബ്ദം, കൈവിരലുകൾ, അദ്ദേഹത്തിൻ്റെ ഈണം ഇതൊക്കെ വളരെ എന്താണ് പറയുന്നത്, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അത് സംയോജിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം ജനമനസ്സുകളെ ഇത്രയും ആവരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഈ നടൻ്റെ പേഴ്സണൽ ഈഗോ, അദ്ദേഹത്തെ ഞാൻ ഇത് ചെയ്താൽ എൻ്റെ ഇമേജ് തകർന്നു പോകുമോ, പേഴ്സണൽ ഇമേജ് തകർത്തുകൊണ്ട് അദ്ദേഹം ഒരു യൂണിവേഴ്സൽ ഹോളിലേക്ക് പരസംക്രമണം, അസംബ്ലേജ്, ഡെലൂസിനെ പോലുള്ള ചിന്തകന്മാർ, ഗുത്താരി ഇവരൊക്കെ പറയുന്ന അസംബ്ലേജാണ്.